സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് ഭവന പദ്ധതിയെ സ്വന്തം പദ്ധതി എന്ന പോലെ അവതരിപ്പിച്ച് നാണം കെട്ട് കോൺഗ്രസ്. കോഴിക്കോട് പേരാമ്പ്ര കോടേരിച്ചാലിലാണ് ലൈഫ് പദ്ധതിയിലൂടെ പണിത വീട് കോൺഗ്രസ് അടിച്ചു മാറ്റാൻ ശ്രമം നടത്തിയത്. വീടിന്റെ താക്കോൽദാനം നിർവഹിച്ച ഷാഫി പറമ്പിൽ നാട്ടുകാർക്ക് മുൻപിൽ അപഹാസ്യനായി. വിവരങ്ങളുമായി ചേതൻ ഒരിക്കൽ കൂടി കോഴിക്കോട് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം എന്താണ് അവിടെ സംഭവിച്ചതെന്ന്. ചേതൻ, സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും കരുണ നിറഞ്ഞ പദ്ധതികളിൽ ഒന്നാണ് ലൈഫ് എന്ന് പറയുന്നത്. ആ പേര് പോലെ തന്നെ എത്രയോ മനുഷ്യർക്ക്, 5 ലക്ഷത്തോളം മനുഷ്യർക്ക് ജീവിതമൊരുക്കിയ പദ്ധതി. പക്ഷേ ഇവിടെ ആ പദ്ധതി സ്വന്തം പദ്ധതിയാക്കി അടിച്ചു മാറ്റാൻ നിൽക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തെ കാണുന്നു. പേരാമ്പ്രയിൽ എന്താണ് അവിടെ സംഭവിച്ചത്? മനു, കോഴിക്കോട് പേരാമ്പ്ര കോടേരിച്ചാലിലാണ് ഈ സംഭവം നടക്കുന്നത്. ഈ കോൺഗ്രസ് നേതൃത്വം അവിടെ ഒരു കുടുംബ സംഗമം നടക്കുന്നു. ഇതിൻ്റെ ഭാഗമായി ഒരു താക്കോൽദാന ചടങ്ങ് നടത്താൻ വേണ്ടി ആലോചിക്കുന്നു. ഇതിൽ തങ്ങളുടെ വിട്ടുപോയ സഹപ്രവർത്തകൻ്റെ കുടുംബത്തെ സഹായിക്കാം എന്ന് പറഞ്ഞാണ് ഇത്തരത്തിലൊരു താക്കോൽദാന ചടങ്ങ് ഇവർ സംഘടിപ്പിച്ചത്. ഷാഫി പറമ്പിൽ MP ആണ് ഈ താക്കോൽദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്, താക്കോൽ കൈമാറുകയും ചെയ്തത്. പക്ഷേ ഇതിൻ്റെ ഒരു ട്വിസ്റ്റ് അത് ഇതാണ്. അത് ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ കോൺഗ്രസ് നൽകിയ ഈ വീട് അത് യഥാർത്ഥത്തിൽ ലൈഫ് ഭവന പദ്ധതി പ്രകാരം ലഭിച്ച വീടാണ്. ഇത്തരത്തിൽ കോൺഗ്രസും ഷാഫി പറമ്പിലും ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ച് താക്കോൽദാനം കൈമാറി ഇപ്പോൾ നാട്ടുകാർക്ക് മുമ്പിൽ അപഹാസ്യനായത്. കൃത്യമായി പറഞ്ഞാൽ വെങ്ങേപ്പറ്റ സ്വദേശിനിയുടെ വീട്, അവരുടെ സ്വകാര്യത മാനിച്ച് അവരുടെ പേര് പറയുന്നില്ല, വെങ്ങേപ്പറ്റ സ്വദേശിനിയുടെ വീടാണ് ഇത്തരത്തിൽ ഇവർ ലൈഫ് പദ്ധതിയിലൂടെ ലഭിച്ച വീട് കോൺഗ്രസ് നേതൃത്വം ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ചത്. ലൈഫ് ഭവന പദ്ധതി വീടിനായി 2029 ഫെബ്രുവരി 9-നാണ് ഇത്തരത്തിൽ എഗ്രിമെന്റ് ഇവർ വെച്ചത്. 2 ഗഡുക്കളായി 1 ലക്ഷം രൂപ കൈപ്പറ്റിയ ശേഷം രോഗിയായ ഭർത്താവ് മരിക്കുന്നു. പിന്നീട് 2021 ഒക്ടോബർ 26-നാണ് ഭാര്യ വീടിന്റെ നിർമ്മാണം ആരംഭിച്ചത്. 2022 ഡിസംബർ 17-ന് വീടിൻ്റെ നിർമ്മാണവും പൂർത്തീകരിച്ചിട്ടുണ്ട്. ഈ ലൈഫ് പദ്ധതിക്കായി 4 ലക്ഷം രൂപയും അതുപോലെ തന്നെ പഞ്ചായത്തിൽ നിന്ന് തൊഴിലുറപ്പ് വേതനമായി 26,017 രൂപയും ഈ വീട് നിർമ്മാണത്തിനായി ചെലവഴിച്ചിട്ടുണ്ട്. ഇതാണ് മനു കോൺഗ്രസ് നിർമ്മിച്ച് നൽകിയ വീടാണെന്ന് ഇവരെ കബളിപ്പിച്ചുകൊണ്ട് ലൈഫ് ഭവന പദ്ധതിയിലൂടെ ലഭിച്ച വീട് ഹൈജാക്ക് ചെയ്യാൻ ഷാഫി പറമ്പിൽ MP-യുടെ നേതൃത്വത്തിൽ ശ്രമം നടന്നത്. സ്ഥലത്ത് വളരെ ശക്തമാണ്. CPIM കഴിഞ്ഞ ദിവസം കേടാരിച്ചാലിൽ ഇത്തരത്തിലൊരു പ്രതിഷേധ പ്രകടനവും നടത്തിയിട്ടുണ്ട്. ഷാഫി പറമ്പിൽ 8 കാലും അമ്മൂഞ്ഞ് കളിക്കുകയാണെന്നാണ് ഉയരുന്ന പ്രധാനപ്പെട്ട വിമർശനം. ഇനി നമ്മൾ ഈ വിഷയത്തിൽ ഒരു വസ്തുതയല്ലേ ചേതൻ? കാരണം ഇപ്പോൾ ചേതൻ പുറത്തുവിട്ട വാർത്തയിൽ ആ രേഖകളുണ്ടല്ലോ. ആ കുടുംബത്തിന് ലൈഫ് ഭവന പദ്ധതിയിൽ ഈ വീട് അനുവദിച്ചതിന് രേഖകളുണ്ട്. അപ്പോൾ ആ പദ്ധതി കോൺഗ്രസ് നിർമ്മിക്കുന്ന വീടാണ്, ആ വീട് കോൺഗ്രസ് നിർമ്മിക്കുന്ന വീടാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രചരണം നടത്തി താക്കോൽ വിതരണം ചെയ്താൽ 8 കാലി മമ്മൂഞ്ഞ് എന്നല്ലാതെ വേറൊന്നും നമുക്ക് വിളിക്കാൻ കഴിയില്ലല്ലോ. അത്രമാത്രം ഒരു ഉളുപ്പില്ലാത്ത പണിയല്ലേ കാണിച്ചത്? തീർച്ചയായും മനു, അങ്ങനെ വേണം അതിനെ നോക്കിക്കാണാൻ. പക്ഷേ 2 കാര്യം കൂടെ നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഒന്ന്, ഈ വീട് പണിയാൻ വേണ്ടി എന്ന വ്യാജേന കോൺഗ്രസ് പ്രവർത്തകർ അവിടെ ഫണ്ട് പിരിച്ചിട്ടുണ്ടോ എന്ന കാര്യം കൂടി പുറത്തു വരേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, ഇത് ഷാഫി പറമ്പിലെ അറിവോടുകൂടിയാണോ ഇത്തരത്തിലൊരു താക്കോൽദാന ചടങ്ങ് സംഘടിപ്പിച്ചത് എന്ന കാര്യമാണ് നമ്മൾ പ്രധാനമായും പരിശോധിക്കേണ്ടത്. മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടത്, ഇതിന് ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിനായി ഒന്ന് ഫണ്ട് പിരിച്ചിട്ടുണ്ടോ എന്ന കാര്യം കൂടി നമ്മൾ വിശദമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതായാലും മനു, നമ്മൾ ഈ വയനാടൊക്കെ കണ്ടതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് ഒക്കെ വീട് നിർമ്മിച്ച് നൽകാമെന്ന് പറഞ്ഞ് വലിയൊരു തുക ഫണ്ട് പിരിച്ചതിന് ശേഷം ഇപ്പോൾ ഒരു വീട് പോലും നിർമ്മിച്ചിട്ടില്ല എന്ന കാര്യം കൂടി ഈ വിഷയത്തിൽ നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. അതിൻ്റെ അധ്യക്ഷന് കൂടിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കാണാനേ ഇല്ല. പൊതുജന മധ്യത്തിൽ ഇറങ്ങാൻ പറ്റാത്ത ഒരു സ്ഥിതി വന്നിരിക്കുമ്പോഴാണ് സമാനമായി ഷാഫി പറമ്പിൽ MP-യും ഇത്തരത്തിൽ ജനങ്ങൾക്ക് മുമ്പിൽ അപഹാസ്യനാവുന്നത്. ഇനി നമുക്കറിയേണ്ടത് ഷാഫി പറമ്പിൽ അറിഞ്ഞുകൊണ്ടാണോ അതെ ഷാഫി പറമ്പിലിനെയും പറ്റിച്ചുകൊണ്ട് അവിടുത്തെ കോൺഗ്രസ് നേതൃത്വം ഇത്തരത്തിലൊരു ഫണ്ടൊക്കെ പിരിച്ച് വീട് നിർമ്മിച്ച് നൽകി ഷാഫി പറമ്പിലിനെ പറ്റിക്കുകയായിരുന്നു എന്ന കാര്യം കൂടി നമ്മൾ ഇനി പുറത്തു വരാൻ ഉണ്ട് മനു. ശരി.